ഹലോ ഗെയ്സ്, അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്നൊരു സിനിമയാണ് മലയും കോട്ട വാലിബൻ. കാത്തിരിക്കാനുള്ള പ്രധാന കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ ആ ഡയറക്ടറുടെ പേരാണ്. അത് എഴുതി വന്നിരിക്കുന്നതൊക്കെ രസത്തിലാണ്. മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ ആ പേര് സംഭവമൊക്കെ സെറ്റാക്കിയത് ഭയങ്കര ഒരു സെറ്റപ്പിലാണ്. അത് പേര് ടൈറ്റിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശില്പി, അതിൽ എന്താണ് കൊത്തിയെടുത്ത സാധനമാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നേ അതല്ല, ഈ ഒരു സിനിമ കാത്തിരിക്കാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് കേട്ടോ. പുള്ളിയുടെ മുമ്പിറങ്ങിയ പല പടങ്ങളും വെറൈറ്റി പടങ്ങളാണ്. ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ പോകുന്നൊരു ഡയറക്ടറാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. പിന്നെ മോഹൻലാലിൻ്റെ ഇപ്പം നേരിറങ്ങി ഭയങ്കര സക്സസ്സിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സക്സസ് സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല പടമാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു തിരിച്ചുവരവാണല്ലോ ഉദ്ദേശിക്കുന്നത് എല്ലാവരും. അപ്പോൾ നേരിലൂടെ പുള്ളി തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പം ഈ മലൈക്കോട്ട വാലിബനും കൂടെ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയെ പിടിച്ചാൽ കിട്ടില്ല. കാരണം അറിയാമല്ലോ, അതും പോസിറ്റീവ് ആവാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പിന്നെ സിനിമയുടെ പ്രമോഷൻ ഭാഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയ മികച്ച പ്രമോഷൻ ഒന്നും അല്ല അവർ നടത്തുന്നത്. പക്ഷേ ഈയിടെയായിട്ട് കുറച്ച് പോസ്റ്റേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. കാരണം നല്ല ക്വാളിറ്റി പോസ്റ്റേഴ്സാണ്. അപ്പോൾ ആ സ്റ്റിൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ വരുന്നുണ്ട്. അത് ഒരുപാട് ഹൈപ്പ് കയറ്റാതെ പടവർക്ക് ഹിറ്റാകുന്നതാണ് നല്ലത്. നമുക്കറിയാമല്ലോ ഒടിയൻ്റെ കാര്യം. ഒടിയനും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് ഒടിയൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര ഹൈപ്പൊക്കെ ആയതുകൊണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത് എന്തൊക്കെയോ വലുത് ആഗ്രഹിച്ച് തിയേറ്ററിൽ പോയി കണ്ട് നിരാശരായിട്ട് മടങ്ങി വന്ന ആൾക്കാരാണ്. അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു വിട്ട് നെഞ്ചും വിരിച്ചിറങ്ങി വരാൻ തിയേറ്ററിൽ നിന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വീണ്ടും ഭയങ്കര നിരാശ തന്നൊരു പടമായിരുന്നു. ആ മോഹൻലാലിൻ്റെ പഴയ ലുക്ക് പോയതും എല്ലാ പടത്തിലൂടെയാണ്. അപ്പോൾ ഇപ്പം പടം കാണുമ്പോഴും പലരും പറയുന്നു മോഹൻലാലിൻ്റെ അത് ആക്ടിങ് എവിടെയും പോയിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എനിക്കിപ്പോഴും അത് കാണുമ്പോൾ പഴയ ആ മോഹൻലാലിൻ്റെ ആ കണ്ണുകൊണ്ടൊക്കെയുള്ള ആക്ടിങ് ഉണ്ട്. പുള്ളിയുടെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ആക്ടിങ് ഒക്കെ ഉണ്ട്. അത് ചെറുതായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതാണ് സത്യം. പക്ഷേ ആരും അത് സമ്മതിക്കില്ല. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം, മലൈക്കോട്ട വാലിബൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റേഴ്സൊക്കെ കിഡുവാണ് കേട്ടോ. അത് ഹൈപ്പ് ചെറുതായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്തു വെച്ചിട്ടുണ്ട് പടത്തിലെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതോ ഒരു രാജസ്ഥാനിൽ എന്തോ നടക്കുന്നൊരു കഥയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ ഗുസ്തിക്കാരനായിട്ടോ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഒരു സോങ് ഒക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സോങ് ആയിരുന്നു. ആ സോങ് കേൾക്കുമ്പോൾ നമുക്ക് LJPയുടെ തന്നെ ആമേൻ സിനിമയിലെ സോങ് ഒക്കെ ഓർമ്മ വരും. അപ്പോൾ നല്ലൊരു വൈബ് സോങ്ങാണ്. പോരാത്തതിന് നാളെ ഒരു സോങ് ഇറങ്ങുന്നുണ്ട്. മോഹൻലാൽ തന്നെ പാടിയ സോങ് ആണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ വെയിറ്റിംഗ് ആണ് എല്ലാവരും. പിന്നെ ഞാൻ ഈ പറഞ്ഞു കൂട്ട് LJP പടമാണല്ലോ, അപ്പോൾ പുള്ളി മോഹൻലാലിനെ എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാനാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. പറയുകയാണെങ്കിൽ ഏകദേശം 1 മാസം തികച്ചില്ല പടം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലാണ്. എല്ലാവരെയും പോലെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാനും. അത് ഈ പറഞ്ഞ പോലെ മെയിൻ കാരണം LJP ആണ് കേട്ടോ. പിന്നെ ഈ നേരിന് ശേഷം വരുന്ന പടമാണല്ലോ. അപ്പോൾ ഇതും കൂടെ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ മോഹൻലാലിൻ്റെ ആ ഒരു സ്റ്റാർഡം തിരിച്ചു കിട്ടി. ഇപ്പോഴും എങ്ങും പോയിട്ടില്ല. എന്നാലും പുള്ളിയുടെ ആ ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡ്സൊക്കെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും ഒരു ഹൈക്ക് തരാൻ വേണ്ടി വീണ്ടും സഹായിക്കും ഈ ഒരു മലൈക്കോട്ട വാലിബൻ ഹിറ്റാവാൻ. അപ്പോൾ പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. അതുവരേക്കും ബൈ ബൈ.